ഇപ്പോൾ ഡൽഹിയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ കൂടി ഏറ്റവും പുതിയ ചില വാർത്തകളും അപ്ഡേറ്റുകളുമായി ചെയ്യുന്നുണ്ട്. ശ്രീനാഥ്, ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ, അതിൽ ഒന്ന്, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ 7:30 മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അറിയിക്കുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ കുൽഗാമിൽ കനത്ത ഏറ്റുമുട്ടൽ നടക്കുന്നു എന്നൊരു വാർത്ത കൂടി ശ്രീനാഥ് പങ്കുവച്ചല്ലോ. TRF കമാൻഡറെ സൈന്യം വളഞ്ഞിട്ടുണ്ട്. അതായത് നേരത്തെ ഇന്നലെ നടന്ന ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് TRF എന്നൊരു ടീം. അവർ ലഷ്കർ ഇ തോയ്ബയുടെ ഒരു ടീം, അവരുമായി ചേർന്ന് പോകുന്ന ഒരു ഭീകര സംഘമാണെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ അതിന്റെ കമാൻഡറെ സൈന്യം വളഞ്ഞു എന്ന സുപ്രധാന വിവരം കൂടി പുറത്തു വരുന്നു. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും കശ്മീരിൽ സൈന്യത്തിന്റെ വലിയ നീക്കം ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ കാണുന്നതാണ്. അതിർത്തികളിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന ഭീകരരെ വെടിവെച്ച് ഇടുന്ന ഒരു കാഴ്ചയാണ് അതിർത്തികളിൽ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. 2 ഭീകരരെ രാവിലെ വധിച്ചതാണ്. ഇന്നിപ്പോൾ ഈ വൈകിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കുൽഗാമിൽ കനത്ത ഏറ്റുമുട്ടൽ നടക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. TRFന്റെ ഒരു കമാൻഡറെ ഇതിനും തന്നെ സൈന്യം വളഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു ഘട്ടം തന്നെയാണ്. കാരണം ഈ ആക്രമണം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ TRF ആണ്, തങ്ങളാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് അവർ ഏറ്റെടുത്തിരുന്നു. TRF എന്നത് റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നതാണ്. അതായത് ലഷ്കർ ഇ തോയ്ബയുടെ ഒരു നിഴൽ സംഘമായി ഇന്ത്യയിൽ ആക്രമണം നടത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളാണ് ഈ TRF. അതിൻ്റെ ഒരു കമാൻഡറെ തന്നെ വളഞ്ഞുവെങ്കിൽ കൂടുതൽ TRFന്റെ നേതൃതലത്തിലേക്ക് അന്വേഷണം എത്താനും അതിൽ നിന്ന് ലഷ്കറിലേക്ക് പോകാനും കൃത്യമായി പാകിസ്ഥാന്റെ ഇടപെടൽ ഒരുപക്ഷെ എളുപ്പത്തിൽ തെളിയിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഏതായാലും ഈ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകളെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ, അവരുടെ പേരും മറ്റു വിവരങ്ങളും ഒക്കെ തന്നെ, അവരുടെ ഫോട്ടോയും അടക്കം ഇപ്പോൾ NIAയുടെ പക്കലും സൈന്യത്തിന്റെ പക്കലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഒളിവിൽ പോയ ഈ അക്രമികളെ, ഈ ഭീകരവാദികളെ എത്രയും പെട്ടെന്ന് പിടികൂടാനും നമുക്ക് കഴിയും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഭീകരരുടെ വായിൽ നിന്ന് തന്നെ ആരാണ് ഇവർക്ക് ആയുധം നൽകി ഇന്ത്യയിലേക്ക് അയച്ചത്, ഈ തരത്തിൽ ആക്രമണം നടത്താൻ ആരാണ് ഇവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയത് എന്ന കാര്യം നമുക്ക് ലോകത്ത് ബോധ്യപ്പെടുത്താൻ കഴിയും. അത് യഥാർത്ഥത്തിൽ നയതന്ത്ര തലത്തിൽ പോലും രാജ്യാന്തര തലത്തിൽ ഇന്ത്യക്ക് പാകിസ്ഥാന് മേലുള്ള സമ്മർദ്ദം അത് കൂട്ടാൻ വേണ്ടി കഴിയും. ഈ ഭീകരവാദത്തിന്റെ കാര്യത്തിൽ പാകിസ്ഥാൻ തുടർന്നു പോകുന്ന നിലപാട് അത് തെറ്റാണ് എന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഇന്ത്യക്ക് തെളിയിക്കാൻ കഴിയുകയും ചെയ്യും. ഏതായാലും നിർണായകമായ യോഗം പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇപ്പോൾ ചേരുകയാണ്. പ്രത്യേക ക്യാബിനറ്റാണ്, പ്രധാനപ്പെട്ട മന്ത്രിമാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അമിത്ഷാ പങ്കെടുക്കുന്നു, ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കുന്നു, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അടക്കമുള്ളവരാണ് പ്രധാനമായും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഈ യോഗശേഷം ഏതാണ്ട് 7:30 എസ് ജയശങ്കറിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പാകിസ്ഥാനെതിരായ ഒരു വലിയ നടപടിയാണോ ഉദ്ദേശിക്കുന്നത് എന്നൊരു അഭ്യൂഹമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ യോഗവുമായി ബന്ധപ്പെട്ട് ആകെ പ്രചരിക്കുന്നത്. എസ് ജയശങ്കർ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ, വിദേശകാര്യ മന്ത്രി അത് നടത്തുമ്പോൾ രാജ്യാന്തര തലത്തിൽ കൂടി അതിനൊരു ശ്രദ്ധ കിട്ടുന്നത് കൊണ്ട് കൂടിയായിരിക്കും, ഒരു നയതന്ത്ര തലത്തിൽ അതിനൊരു വിശദീകരണം നൽകേണ്ടത് കൊണ്ട് കൂടിയായിരിക്കാം എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തു തരത്തിലുള്ള നടപടി എന്നത് ഈ ഇന്ത്യയിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. കാരണം ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ എന്നൊരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഈ മന്ത്രിസഭയ്ക്ക് മുകളിൽ ഉയർന്നിട്ടുള്ളത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു നീക്കം ഉണ്ടായത് എന്നതിന് തെളിയിക്കുന്ന ഏതാണ്ട് തെളിവുകളൊക്കെ, ഇതുവരെ അന്വേഷിച്ചു പോകുന്ന വഴികളൊക്കെ പാകിസ്ഥാന്റെ പങ്കിലേക്ക് തന്നെയാണ് എത്തുന്നത്. സെയ്ഫുള്ള കസൂരി എന്ന ഭീകരൻ, ലഷ്കർ ഇ തോയ്ബ ഭീകരൻ, ആ വ്യക്തി നേരത്തെ പാകിസ്ഥാൻ ആർമിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത്, പഞ്ചാബ് പ്രവിശ്യയിൽ ആർമിയുടെ പരിപാടിയിൽ പങ്കെടുത്ത് ഇന്ത്യക്കെതിരെ വർഗീയമായ വിദ്വേഷം നിറഞ്ഞ പരാമർശങ്ങൾ നടത്തി അടുത്ത വർഷം ഫെബ്രുവരി 2-ന് കശ്മീരിനെ പിടിച്ചെടുക്കും എന്ന് വെല്ലുവിളിച്ചു. അങ്ങനെ മുദ്രാവാക്യം വിളിച്ച് ഇന്ത്യക്കെതിരെ ഒരു യുദ്ധത്തിന് കോപ്പുകൂട്ടുന്ന തരത്തിൽ പ്രസംഗിച്ചു പോയ ആളാണ്. അത് ആർമിയുടെ ആശീർവാദത്തോടെ, ആർമിയുടെ മേൽനോട്ടത്തിൽ അത് നടന്നെങ്കിൽ പാകിസ്ഥാന്റെ ഒരു പിന്തുണ ഇയാൾക്കുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് ഇയാളിലേക്ക് അന്വേഷണം നീണ്ടാൽ അത് തീർച്ചയായും ISIലേക്ക്, പാകിസ്ഥാൻ ചാരസംഘടനയിലേക്കും, എന്തിന് പാകിസ്ഥാൻ ആർമിയിലേക്ക് നേരിട്ടും അതെത്തും. അത് പാക് ഭരണകൂടം അറിഞ്ഞുകൊണ്ട് നടത്തിയ ഭീകരാക്രമണമാണ് എന്ന് വീണ്ടും ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടും. നമുക്കറിയാം, മുംബൈ ആക്രമണം അടക്കം പാകിസ്ഥാന്റെ പങ്ക് കൃത്യമായി തെളിയിക്കപ്പെട്ട ഭീകരാക്രമണങ്ങൾ ഇതിനു മുമ്പും ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അതിലൊക്കെ തന്നെ പാകിസ്ഥാനെതിരെ കൃത്യമായ തെളിവുകൾ നമുക്ക് ശേഖരിക്കാൻ കഴിഞ്ഞു, അത് ലോകത്തെ അറിയിക്കാൻ കഴിഞ്ഞു. ഭീകരവാദത്തെ പാക് ഭരണകൂടം എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന കാര്യം തെളിവ് സഹിതം ലോകത്തിന് മുന്നിൽ നമുക്ക് കാട്ടിക്കൊടുക്കാൻ കഴിഞ്ഞതാണ്. അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് ഒരുപക്ഷെ പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്ത ഒരു സാഹസം അവരെ കൊണ്ടുചെന്ന് എത്തിക്കാൻ പോകുന്നത് എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്ത് നടപടി
നടപടിയാണ് എടുക്കാൻ പോകുന്നത് എന്നത് ശ്രദ്ധയോടെ നമ്മൾ കാണുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ രാജ്യം എടുക്കാൻ പോകുന്ന അടുത്ത നിലപാട് അത് എത്രത്തോളം കടുക്കും, എത്രത്തോളം തന്ത്രപരമാകും എന്നതൊക്കെ ഈ യോഗശേഷം വാർത്താ സമ്മേളനത്തിൽ അറിയാൻ കഴിയും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിർണായക യോഗത്തിലേക്ക് സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കൂടി എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തി ദില്ലി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്ന സമയത്ത് ആ യോഗത്തിലും എസ് ജയശങ്കറും ഒപ്പം തന്നെ അജിത് ഡോവലും പങ്കെടുത്തതാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്ക് തീരുമാനിച്ചിരിക്കുന്നു. ഒരു ഭാഗത്ത് ആ രീതിയിൽ സൈനികമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ മറുഭാഗത്ത് ഒരു ഡിപ്ലോമാറ്റിക് സ്ട്രൈക്ക്, ഒരു ബിഗ് സ്ട്രൈക്കിനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ വിധത്തിലുള്ള യോഗങ്ങൾ നടക്കുന്നു. അല്പസമയത്തിനകം യോഗ തീരുമാനങ്ങൾ വിദേശകാര്യമന്ത്രി അറിയിക്കുകയും ചെയ്യുന്നു മനസ്സിലാക്കുന്നു. ഏറ്റവും ഒടുവിൽ വന്ന വിവരങ്ങൾ TRF എന്ന് പറയുന്ന ഈ ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത ടീമിന്റെ ആ ഭീകര സംഘടനയുടെ കമാൻഡറെ ഇന്ത്യൻ സൈന്യം വളഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ്. അങ്ങനെയെങ്കിൽ കൂടുതൽ ഫോഴ്സ് ആ ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കൈകളെയും അത് തച്ചുടക്കുക തന്നെ ചെയ്യുമെന്ന പ്രതിരോധ മന്ത്രിയുടെ പ്രഖ്യാപനം കൂടി ഈ രീതിയിൽ വായിച്ചെടുക്കേണ്ടി വരും.